അങ്ങനെ 2025 ഓണം ദാ ഇതോടുകൂടി യൂട്യൂബിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലോ. വേറൊന്നും കൊണ്ടല്ല, യൂട്യൂബ് നോക്കി തന്നെ ഉടുത്തതാണ് ആ ഒരു സെറ്റ്. നന്നേ സ്ട്രെസ്ഫുൾ ആവേണ്ട സെറ്റും കൊണ്ട് ഉടുപ്പും ഒക്കെ ഇത്തവണ നല്ല എളുപ്പം. അപ്പൊ ആഞ്ഞൊന്ന് ശ്രമിച്ച അതൊക്കെ നടക്കുമല്ലേ. ഒന്നിച്ചോണം നല്ലോണം പള്ളിയിലെ ഓണപരിപാടി കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ മനോഹരമായ ഡാൻസ് ഒക്കെ കാണുന്നത്. അങ്ങനെ പുറത്തെ ഈ ഡാൻസും ചെണ്ടമേളവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തോട്ടാണ്. കലാപരിപാടികൾ ആസ്വദിക്കാൻ നമുക്ക് ഇന്ന പ്രായം എന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ അവിടുത്തെ എല്ലാ പരിപാടികളും ആസ്വദിച്ച് ഒരു ഷോർട്ട് ആൻഡ് ക്യൂട്ട് ഓണം പ്രോഗ്രാം. ഓണത്തിന് എല്ലാവരും നല്ല ഒരുങ്ങി സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ബ്ലൗസും പിന്നെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് വരുമ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ. സദ്യക്ക് മുന്നേ എന്താണേലും നമുക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യും. ആ ഒരു ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കാനിരുന്നു. സദ്യ വാസ് സദ്യഫൈങ് എന്ന് തോന്നിയ സമയം മറ്റൊന്നും കൊണ്ടല്ല, അടിപൊളി സദ്യ. നമുക്ക് ഈ ഓണത്തിനെ പറ്റി ആലോചിക്കുമ്പോഴേ ഇങ്ങനെ പല പല കഥകളൊക്കെ വരത്തില്ലേ. നമ്മുടെ അച്ഛനമ്മമാരോടൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാണല്ലോ അവർക്ക് കുറേ കഥകൾ പറയാൻ കാണും. അതേപോലെ നമുക്കും നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഓണക്കഥകൾ കാണും. നമുക്ക് ഓണത്തിൻ്റെ അവധിക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പറയാൻ കാണും. അങ്ങനെ നീളും ആ ലിസ്റ്റുകളൊക്കെ. അങ്ങനെ മനോഹരമായ ഒരു ഓണക്കാലം കൂടെ ദാ ഇവിടെ കഴിയുവാണേ. നാട്ടിലല്ലെങ്കിലും അതൊന്നും നമുക്ക് തോന്നിപ്പിക്കാത്ത വിധം ഉള്ളൊരു ഓണാഘോഷമായിരുന്നു ഈ ഒരു 2025.